ഹലോ ഫാം, വെൽക്കം ബാക്ക്. ഈറ്റ് വെൽക്കം ടു ഡെറിയുടെ മാരകമായ 1ാം സീസണിൻ്റെ 7ാം എപ്പിസോഡിലേക്ക് നമ്മൾ ഫൈനലി കടക്കുമ്പോൾ മറക്കരുത് കഴിഞ്ഞ എപ്പിസോഡിലെ ആ ക്ലിഫ് ഹാങ്ങർ മൊമെൻറ്റ്. മനം മറന്ന് ആഘോഷിക്കുന്ന ബ്ലാക്ക് സ്പോട്ട് ഷെഡിന് മുന്നിലേക്ക് ഒരു വലിയ കോലാഹല ഭീതി പരത്തി വന്ന് നിൽക്കുന്ന വെള്ളക്കാർ. അതിൻ്റെ തുടർച്ചയിലേക്ക് എത്തും മുന്നേ ആ ഒരു ദിവസമില്ലേ നമ്മൾ കുട്ടി ഫ്രാൻസിസ് ഷായെ കണ്ട 1908 ദിവസത്തേക്ക് നമ്മൾ ഒന്നുകൂടി ചെല്ലുമ്പോൾ അവിടെ കുറേ കുട്ടികൾ വളരെ ആകാംക്ഷയോടെ കാത്തുനിന്നിരുന്ന ഒരു സ്റ്റേജ് ഉണ്ട്. എന്തായിരുന്നു അവിടെയെന്ന് ചോദിച്ചാൽ ഏറ്റവും മനോഹരമായൊരു കാർണിവൽ ഷോ ആയിരുന്നു അത്. ബോബ് ഗ്രേ എന്ന സർക്കസുകാരൻ്റെ പെന്നിവൈസ് ദ ക്ലൗണായിട്ടുള്ള രസകരമായ നാട്യം. ഓട്ടൻ തുള്ളൽ പോലെ നർമ്മത്തിൽ കലർന്ന കുറേ ആക്ടുകളിലൂടെ കുട്ടികളെ കൈകൊട്ടി ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും അരങ്ങേറിക്കൊണ്ടിരുന്നപ്പോൾ നമ്മൾ സീരീസിൻ്റെ ഡയറക്ടറും അവിടെ തന്നെ ഉണ്ടായിരുന്നു. ഷോ ഏറെ ആസ്വദിച്ച് കൈയടിച്ച ശേഷം പിന്നെ പിള്ളേരെല്ലാം കൂടി സ്റ്റേജ് കയ്യേറി പാട്ടും കൂത്തുമൊക്കെ തുള്ളിയത് കാണാൻ രസമുള്ളതൊക്കെ ആയിരുന്നു. ഈ ബോബ് ഗ്രേ അക്കാലത്തൊക്കെ സ്വന്തം മകളെ കൂടി ചേർത്തൊരു അടിപൊളി ഷോയ്ക്ക് വേണ്ടിയുള്ള തയ്യാറെടുപ്പിൽ കൂടിയായിരുന്നു. അവൾക്ക് പെരിവിങ്കിൾ എന്ന പേര് നൽകി ദ പെന്നിവൈസ് ആൻഡ് പെരിവിങ്കിൾ ഷോ എന്ന തലക്കെട്ട് തീരുമാനിച്ചപ്പോൾ ആ രണ്ടാമത്തെ പേര് ബോബ് ഗ്രേയുടെ വൈഫിൻ്റേതായിരുന്നു, അവളുടെ സ്റ്റേജ് നെയിം. ഇരുവരും ഒരു സർക്കസിൽ കുറേ നാൾ പ്രവർത്തിച്ചെങ്കിലും പിന്നീടെപ്പോഴോ അയാളുടെ ഭാര്യ മരിക്കുകയും സർക്കസ് ഉപേക്ഷിക്കേണ്ട സ്ഥിതിയും ഉണ്ടായി. ആ ക്ഷീണം എപ്പോഴും ബോബ് ഗ്രേയിലുണ്ട്, ആ ഒരു മിസ്സിങ്. അങ്ങനെ അച്ഛനും മകളും മാത്രമുള്ള കുറേ നല്ല നിമിഷങ്ങളിലൂടെയായിരുന്നു അവർ കടന്നുപോയിക്കൊണ്ടിരുന്നത്. രണ്ടറ്റം കൂട്ടിമുട്ടിക്കാനായി അവർ രാവെന്നോ പകലെന്നോ നോക്കാതെ കാർണിവൾ ആടിക്കൊണ്ടിരുന്നു. പകൽ സമയം അദ്ദേഹത്തിൻ്റെ ആട്ടവും പാട്ടവും ഒക്കെ ദൂരെ നിന്ന് ഒറ്റയ്ക്ക് നോക്കിക്കൊണ്ടിരുന്ന ഒരു ബാലൻ രാത്രി ഒരു ഏകാന്ത വേളയിൽ ബോബിനടുത്തെത്തി. പുള്ളിയപ്പോൾ അടുത്ത ഷോയ്ക്ക് മുന്നേ ഇതിരി പുകയെടുക്കുന്ന കൂട്ടത്തിലായിരുന്നു. ചെക്കൻ വന്നിട്ട് ബോബിൻ്റെ പേരിൽ എല്ലാ കുട്ടികൾക്കുമുള്ള ഇഷ്ടത്തെക്കുറിച്ച് പറഞ്ഞിട്ട് ഒരു കാര്യം ആവശ്യപ്പെട്ടു. അവൻ്റെ മാതാപിതാക്കളെ നഷ്ടപ്പെട്ടു, കണ്ടുപിടിക്കാൻ സഹായിക്കുമോ എന്ന്. പിള്ളയുടെ മുന്നിൽ ബോബ് ഒരിക്കലും മുഖം തിരിക്കാത്ത സ്വഭാവമായിരുന്നു. എന്നിരുന്നാലും ഷോ തുടങ്ങാൻ പോവാണെന്ന് നിൽക്കെ ഉൾക്കാട്ടിൽ നിന്നായി ഒരളച്ച കേട്ടു. തൻ്റെ അമ്മയാണെന്ന് ആ ചെക്കൻ പറഞ്ഞതും എന്താ സംഭവം എന്നറിയാനായി ബോബ് ഗ്രേ ആ ബാലൻ്റെ കൈയും പിടിച്ച് ആ ഇരുട്ടിലേക്ക് നടന്നു പോയതിൽ പിന്നെ അറിയുന്നത് ദൗർഭാഗ്യകരമായൊരു വാർത്തയായിരുന്നു. പപ്പയെ തിരക്കി നടന്നത് ഇൻഗ്രിഡ് സർക്കസ് മാമൻ്റെ അടുത്തെത്തിയപ്പോൾ കയ്യിൽ ബോബിൻ്റെ കർച്ചീഫും അതിൽ മൊത്തം രക്തവുമായി കണ്ടു. എന്തോ വലിച്ചൊഴിച്ചുകൊണ്ട് പോയ പോലെയാണ് ഉള്ളതെന്നും ആൾക്കാർ തിരച്ചിൽ നടത്തുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു നിൽക്കെ അയാൾ ഇൻഗ്രിഡിനെ കണ്ട് കാര്യം ധരിപ്പിച്ചു. ചെന്നായോ മറ്റോ പിടിച്ചുകൊണ്ട് പോയതായിരിക്കാം എന്ന് പറഞ്ഞങ്ങനെ മോൾക്ക് കാട്ടിക്കൊടുത്തപ്പോൾ അവളുടെ ചങ്ക് തകർന്നു പോയ രാത്രിയായിരുന്നു അത്. എന്താണ് ഇവിടെ സംഭവിച്ചതെന്ന് ആർക്കും അന്നും ഇന്നും മനസ്സിലായിട്ടില്ല. ഇല്ല, പറയുന്ന പോലെ എല്ലാ വില്ലൻസിനും ഒരു ട്രാജിക് സ്റ്റോറി ഉണ്ട്. പാവം ബോബ് ഗ്രേയുടേത് ഇങ്ങനെയും. അപ്പോൾ ബോബ് ഗ്രേ പെന്നിവൈസ് എൻറ്റിറ്റി ആയതിൻ്റെ ബാക്ക് സ്റ്റോറി സീരീസിൽ എങ്ങനെയാണ് കൊടുത്തിട്ടുള്ളതെന്ന് നമ്മളിപ്പോൾ കണ്ടിരിക്കുകയാണ്. ഇതിനു മുന്നേ എങ്ങനെയായിരുന്നു ആ ബാക്ക് സ്റ്റോറി എന്നുള്ളത് കഴിഞ്ഞ എപ്പിസോഡിൻ്റെ വീഡിയോയിൽ പറഞ്ഞത് മറന്നിട്ടില്ലല്ലോ അല്ലേ? തോക്കെല്ലാം സെറ്റാക്കി എല്ലാവരും ഇറങ്ങുവാണ് വണ്ടികളിൽ നിന്നും, ആളറിയാണ്ടിരിക്കാൻ മാസ്കൊക്കെ ധരിച്ചിട്ട്. ഒരു പ്രശ്നമുണ്ടെന്ന് അകത്തേക്ക് ഓടി വന്ന് കൂട്ടരെ അറിയിക്കുന്നതിന് മുന്നേ തന്നെ സംഘം ഷെഡിനുള്ളിലേക്ക് ഇടിച്ചു കയറി വരുന്നത് എല്ലാവർക്കും ഒരു ഞെട്ടലാണ്. മുന്നിൽ നിന്ന് നയിക്കുന്നത് ക്ലിൻറ്റ് ബോവേഴ്സ് തന്നെ. ഞങ്ങൾക്ക് വേണ്ടത് കിട്ടിയാൽ ഒരു കുഴപ്പം ഉണ്ടാക്കാതെ തിരിച്ചു പോകും, വേണ്ടത് ഹാങ്കിനെയാണ്, അവനിവിടെ ഉണ്ടെന്ന് ഞങ്ങൾക്കറിയാം എന്ന് തോക്കിച്ചുകൊണ്ട് നിർത്തി പറയുമ്പോൾ മുന്നേ ഒരിക്കൽ ഹാങ്കിനെ അവിടെ ഒളിപ്പിക്കുന്നതിന് കൂട്ടു നിൽക്കില്ലെന്ന് ആര് പറഞ്ഞോ ആ ആൾ തന്നെയാണ് അവിടെ മുന്നേ ഡിഫെൻഡ് ചെയ്യാൻ എത്തുന്നത്. ഡിക്ക് നേരെ വന്നിട്ട് ഇത് മിലിറ്ററിക്കാരുടെ പാർട്ടിയാണ്, നിങ്ങളാരോ തെറ്റിദ്ധരിപ്പിച്ചെന്നാണ് തോന്നുന്നത് എന്ന് നെഞ്ചും പിരിച്ച് നിൽക്കെ ഞങ്ങൾക്കൊന്ന് പരിശോധിക്കണമെന്നും അത് നടക്കില്ലെന്നും പരസ്പരം പറഞ്ഞങ്ങനെ അവിടെ ഒരു അറ്റാക്കിനുള്ള എല്ലാ ഷെയ്ഡും ഉണ്ടാകവേ ഹാങ്ക് ചാടി ഇറങ്ങി വന്ന് ഞാനിവിടെ ഉണ്ടെന്നും ഇവിടെ ഒരാൾക്കും ഒരു പ്രശ്നവും തന്മൂലം വരരുതെന്ന് വെപ്രാളത്തിൽ നിൽക്കുമ്പോൾ റോണി ഒരു വശത്ത് പിടിച്ചു വലിച്ചുകൊണ്ട് പോകാനും ശ്രമിക്കുന്നുണ്ട്. പക്ഷേ മിലിറ്ററിക്കാർ ഹാങ്കിനെ വിടാൻ തയ്യാറില്ലെന്ന് നിന്ന് അവരും തോക്കെടുത്ത് ചൂണ്ടി അവിടെ ചൂടേറിയ കുറച്ച് നിമിഷങ്ങൾ എന്ത് നടക്കാമെന്ന മുൾമുനയിൽ നിന്ന ശേഷം ബോവേഴ്സ് പിൻവാങ്ങുവാണ്. പ്രശ്നമൊന്നും വേണ്ടെന്ന് പറഞ്ഞ് എല്ലാവരും പുറത്തേക്ക് കടന്ന് കഥ അടയ്ക്കുന്നതും ഡിക്കിന് സംഘത്തിനും ഇനി അവിടെ നിൽക്കുന്ന ഒട്ടും സേഫ് അല്ലെന്ന് ഉറപ്പാണ്. അവർ ചിലപ്പോൾ ഇനി വരാൻ സാധ്യതയുണ്ട്. ഷെഡിന് പുറകിലൂടെ ഇറങ്ങി വണ്ടി കിടക്കുന്നിടത്തേക്ക് പോകാമെന്ന് പറയുമ്പോഴാണ് മുന്നിൽ ചങ്ങല ശബ്ദം. നോക്കുമ്പോൾ എന്താ, അവരാ ഫ്രണ്ട് ഡോറ് പുറത്തുനിന്ന് പൂട്ടി. എല്ലാവരെയും അതിനകത്താക്കി ലോക്കാക്കിയിരിക്കുകയാണ് അവന്മാരെ. റിച്ചും മാർജും ഉൾപ്പെടെ എല്ലാവരും പരിഭ്രാന്തിയിൽ നിൽക്കുന്ന സിറ്റുവേഷൻ. വിടവിലൂടെ നോക്കുമ്പോഴോ പെട്രോൾ ബോംബും പന്തവും കൊളുത്തി ഷെഡ് കത്തിക്കാനുള്ള ഒരുക്കത്തിലാണ്. സെക്കൻഡുകൾക്കുള്ളിൽ മൊത്തം പ്രശ്നം. പെട്രോൾ ബോംബുകളിൽ ചറപറ വീണ് എന്ത് ചെയ്യണമെന്നറിയാൻ പറ്റാത്ത സിറ്റുവേഷൻ. കുട്ടികളും സ്ത്രീകളും എല്ലാം നടുങ്ങി നിൽക്കെ മിലിറ്ററിക്കാർ പിറകിലെ വാതിൽ തുറക്കാൻ തുടങ്ങുമ്പോൾ അതും ആ പന്നലുകളെ ലോക്കാക്കി വെച്ചിരിക്കുകയാണ്. പിന്നെ അവിടെ നടക്കുന്ന ഒരു കലാപമാണ്, ഒരു വൻ ദുരന്തം. ഷോട്ട് ഗൺ വെച്ച് ഓരോന്നിൻ്റെ തല ചിതർപ്പിച്ചും തീയിൽ വെന്തിരുകാൻ ഇട്ടുകൊടുത്തുമെല്ലാം മനുഷ്യൻ്റെ കൊടും ക്രൂരമായ പൈശാചികത. മൊത്തം തീയും പുകയും ജീവന് വേണ്ടിയുള്ള ബഹളവും. ആളെ കത്തുന്നതിനിടയിലൂടെ ജനാലേക്ക് പൊളിച്ചെറിഞ്ഞ് ഓടി രക്ഷപ്പെടാമെന്ന് വെച്ചാൽ അവിടെയും രക്ഷയില്ല. ഓരോരുത്തന്മാരെ പുറത്തു നിന്ന് വെടിവെച്ചിട്ടുകൊണ്ടിരിക്കുകയാണ്. ഷെഡ് ആളിക്കത്തി നശിക്കാൻ തുടങ്ങുന്നതോടെ മേൽക്കൂരയെല്ലാം ഇടിഞ്ഞു വീഴാൻ തുടങ്ങവേ ഹാങ്ക് പിള്ളേരെ പിടിച്ച് മാറ്റിയും പൊള്ളാതെ തള്ളിവിട്ടുമൊക്കെ അവർ സ്പ്ലിറ്റായി പോകുന്നു. വില്ലവിടെ വീണു പോകുമ്പോൾ റോണി അച്ഛനെ നോക്കിക്കൊണ്ട് പേടിച്ചരണ്ട് നടക്കുന്നു. ആ ഭീകരതയിൽ അത് ഡിക്കിൻ്റെ മുന്നിൽ ദുരാത്മാക്കളുടെ വിഷൻസും. വെള്ളം ചോർന്ന് ലീക്കായിക്കൊണ്ടിരുന്ന ആ ഫ്രിഡ്ജില്ലേ, ഡിക്ക് ഓടിപ്പോയി ഒരുവനെ കൂട്ടി ആ ഫ്രിഡ്ജ് നീക്കി വെച്ചിട്ട്
അവിടെ കുതിർന്നു കിടന്ന പലക ചവിട്ടിപ്പൊട്ടിച്ച് അതിലൂടെ ബങ്കറിലേക്ക് ഞൂണ്ടിറങ്ങി ജീവൻ നിലനിർത്താൻ ശ്രമിക്കുമ്പോഴും അവിടെ ബഹളമാണ്. റോണി അച്ഛനെ അലറി വിളിച്ച് കരയുന്ന ഉൾപ്പെടെ. ഇതെല്ലാം നോക്കി നിൽക്കെ അവിടെ അതാ ഡിക്കിന് ഒരു നിർണായക വിഷൻ വരികയാണ്. ഗ്യാലുവിനെ പണ്ട് തളയ്ക്കാൻ ഒരുമ്പിട്ടിറങ്ങിയ നെക്കാനിയുടെ അമ്മ, ധീരയോദ്ധാവായ സെസ്കിയുടെ ആത്മാവ് അവിടെ ഡിക്കിൻ്റെ കണ്ണിൽ പെടുകയാണ്. ഓർക്കണം, ഡിക്കിൻ്റെ മുന്നിൽ ആളിക്കത്തുന്ന തീയിലിരുന്ന് പ്രിയപ്പെട്ടവരുടെ രോദനത്തിൽ കൂടുതൽ അയാൾക്കൊന്നും ഇനി വരാനില്ല. അവിടെ വെച്ച് വേറെ ഒന്നും നോക്കാതെ ഡിക്ക് വിളിക്കുകയാണ് സെസ്കിയെ. ജീവിതകാലം മൊത്തം ഇനി അലട്ടലുണ്ടായിക്കോട്ടെ, പക്ഷേ ഈ ഒരു സമയത്ത് സ്വന്തം ജീവനോളം വലുതാണ് അവിടെ ജീവന് വേണ്ടി ഓടുന്ന എല്ലാവരും. അങ്ങനെ ഡിക്കിൻ്റെ വിളി സെസ്കി കേൾക്കുവാണ്. എന്നാൽ അവിടെ സെസ്കി മാത്രമല്ല പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. ഈ കാണുന്ന എല്ലാത്തിൻ്റെ ആണിയായ ഒരുവൻ, ഡെറിയുടെ സർവ്വവ്യാപിയായ ക്ലൗൺ വേഷത്തിലുള്ള ആ രൂപം എത്തിയിരിക്കുകയാണ് അവിടെ പെന്നിവൈസും. ആ ഭീതിജനകമായ മുഹൂർത്തം ആസ്വദിച്ചുകൊണ്ട് പേടിച്ചിരിക്കുന്ന ഒരുവളെ പുറത്തേക്കുള്ള വഴി കാട്ടാമെന്ന് പറഞ്ഞ് പിടിക്കുവാണ്. പപ്പയെ തേടി ഓടുന്ന റോണിയുടെ കണ്ണുകളിലൂടെ നമ്മൾ അവൾക്ക് പിന്നെ എന്ത് സംഭവിച്ചെന്ന് കാണുന്നു. ആ സ്ത്രീയെ കൊന്നതിൻ്റെ തല കടിച്ചു പറിച്ച് തിന്നുകൊണ്ടിരിക്കുന്നു. ഒരു എക്സ്ട്രീം സിറ്റുവേഷൻ. ജീവിച്ചിരിക്കുന്നവർക്ക് അറിയാൻ കഴിയാത്ത പലതും മരിച്ചവർക്കറിയാമെന്നല്ല ഡിക്ക് പറഞ്ഞത്. അയാൾ സെസ്കിയെ വെച്ച് റോണിയുടെ അടുത്തേക്ക് എത്തി പിടിച്ചു നിർത്തുമ്പോൾ ഡിക്കും പെന്നിവൈസിന് മുന്നിൽ ആദ്യമായി നിൽക്കുന്ന ഒരു അടാറ് കാഴ്ച. ആ കാലൻ ഹലോറനോടായി നിന്നെ ഇപ്പോൾ എല്ലാവർക്കും കാണാം എന്ന് ചിരിച്ചുകൊണ്ട് പറയുമ്പോൾ ഒരു കൂട്ടം പ്രേതങ്ങൾ, തല പോയതും വേറെ കാലുള്ളതുമായ ദുരാത്മാക്കൾ നടന്നെടുക്കുന്ന ആ കാഴ്ചയിൽ ഡിക്കിൻ്റെ ഭാവിയിൽ ഇനി ഒരു സമ്മാനവും ഉണ്ടാകാൻ പോണില്ലെന്ന് അടിവരയിട്ട് ഉറപ്പിക്കാം. എന്തായാലും അവിടെ നിൽക്കാതെ സെസ്കിയോട് ചോദിച്ചുകൊണ്ട് ബാക്കിയുള്ള പിള്ളേരെ തേടി പായുമ്പോൾ റിച്ചും മാർജും പിരിയാതെ കൈ പിടിച്ച് നടക്കുന്നതിനിടെ അവളുടെ കയ്യിലും തീ കത്തി കയറുന്നുണ്ട്. റിച്ച് അത് കെടുത്തി രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോൾ ആ ഷെഡ് ആളിക്കത്തുന്നത് പുറമേ നിന്ന് നോക്കി നിൽക്കുന്ന ആ പന്നലുകൾ. ബൊവേഴ്സും സ്റ്റാൻകർഷും ഫില്ലിൻ്റെ തന്തിയും ഉൾപ്പെടെയുള്ളവർ അവിടുന്ന് പോകാൻ തുടങ്ങുവാണ്. എല്ലാവണ്ണം വെന്ത് തീർന്നിട്ടുണ്ടാകുമെന്നും അതിൽ ഹാങ്കും ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ട്. ഷെഡിൻ്റെ റൂഫ് അധികം വൈകാതെ തന്നെ പൊളിഞ്ഞ് നിലം പതിക്കാൻ പോവുകയാണ്. ഡിക്ക് എന്തായാലും ഹാങ്കിനെയും ബില്ലിനെയും റോണിയെയും കണ്ടെത്തി ഫ്രിഡ്ജിടുന്ന സ്ഥലത്തെ പൊട്ടിച്ച പഴുതു വഴി ബങ്കറിലേക്ക് ഇറക്കി പുറത്തേക്കുള്ള ഒരു എക്സിലൂടെ ഇറക്കി രക്ഷപ്പെടുത്തുന്നു. റിച്ചിനൊപ്പം മാർജിനെയും കണ്ടെത്തി ഡിക്ക് വരാൻ വിളിച്ചെടുക്കുന്നെങ്കിലും പക്ഷേ മുകളിൽ നിന്ന് തടിയും മറ്റും വീണ് അവർ പെട്ടുപോകുന്നു. ഏറെക്കുറെ എല്ലാവരും വെന്ത് തീർന്നു നടക്കുന്നൊരു മൊമെൻറ്റ്. ആ ഒരു മൊമെൻറ്റിൽ റിച്ച് ചെയ്യുന്നതോ അവിടെ കാണുന്ന ഒരു പെട്ടിയിലേക്ക് മാർജിനെ കയറ്റുവാണ്. എല്ലാം കൂടി പൊളിഞ്ഞ് മേത്തേക്ക് വീഴാണ്ടിരിക്കാൻ ഇനി ഇതേ ഒരു വഴിയുള്ളൂ. പക്ഷേ രണ്ടുപേർക്കിരിക്കാൻ സ്ഥലവുമില്ല. റിച്ചിനെ ഇഷ്ടപ്പെടുന്നവർ കാണാതിരിക്കുക. കാരണം അവിടെ അവൻ അവൻ്റെ സ്വന്തം ജീവൻ നോക്കാതെ മാർജിനെ പെട്ടിയിൽ കയറ്റി തുറക്കാതിരിക്കാൻ അതിന് മുകളിലായി കയറി കിടക്കുന്നു. അങ്ങനെ കിടന്നുകൊണ്ട് അവൻ ഓർമ്മിച്ചെടുക്കുന്നത് വേറൊന്നുമല്ല, സ്കൂളിൽ വന്നിട്ട് ആദ്യമായി മാർജിനെ കണ്ട ആ നിമിഷം, ആ സന്തോഷം, അവിടെ തോന്നി തുടങ്ങിയ ആ സ്നേഹം. ഇരുവരും ഐ ലവ് യു പറഞ്ഞാൽ എരിയുന്ന പുകയിൽ കിടക്കുന്നു. കണ്ണീച്ചോറയില്ലാത്ത നാറുകൾ ഓരോന്ന് വണ്ടിയെടുത്ത് പോകുമ്പോൾ ഫില്ലിൻ്റെ സൂസിയുടെ അച്ഛൻ്റെ ഉള്ളിൽ ചെറിയ വിഷമമുണ്ട്. സ്വന്തം മക്കളെ രണ്ടും നഷ്ടപ്പെട്ട വിഷമത്തിൽ ഈ അരുതായ്മയ്ക്ക് കൂട്ടു നിന്നെങ്കിലും കുറേ പിള്ളേരുൾപ്പെടെ നീറിക്കരയുന്നത് ദൈവം പൊറുക്കാത്ത കാര്യമാണ്. എന്തായാലും എല്ലാവരും വണ്ടി വിട്ടു പോകുമ്പോൾ സ്റ്റാൻകർഷിൻ്റെ വണ്ടിക്ക് കൃത്യസമയത്ത് സ്റ്റാർട്ടിംഗ് ട്രബിൾ ഉണ്ടാവുകയാണ്. കൂടുള്ളവരൊക്കെ പോവുകയും ചെയ്തു. വണ്ടി ഓടിയിട്ടിട്ട് പോകാമെന്ന് വെച്ചാൽ പിന്നെ അതിലും വലിയ മണ്ടത്തരം വേറെയില്ല. ഈ ഒരു നിമിഷം ഇൻഗ്രിഡും അവിടേക്ക് എത്തുകയാണ്, പെരിവിങ്കിളായി വേഷമിട്ടുകൊണ്ട്. ഭയവും ഭീതിയും ആക്രമണവും അരങ്ങേറുന്നിടത്ത് പെന്നിവൈസ് എത്തും. സ്വന്തം പപ്പയെ വീണ്ടും ഒരു നോക്ക് കണ്ട് തിരികെ കൂട്ടാനുള്ള ആഗ്രഹവുമായി എത്തുമ്പോൾ കെർഷിവളെ കണ്ട് കോമാളിത്തരം കാട്ടി ഇവിടെ വന്നതിന് വഴക്ക് പറയുമ്പോഴാണ് പെന്നിവൈസും എത്തുന്നത്. അതും കയ്യിലൊരു അറവ് കത്തിയുമായി. മാംസം വിട്ട് ജീവിച്ചിരുന്ന അയാളുടെ അന്ത്യം അതേ കത്തികൊണ്ട്. ഇൻഗ്രിഡ് ഞെട്ടുന്നെങ്കിലും പപ്പയെ വീണ്ടും കാണുന്ന സന്തോഷമാണ് അവക്ക്. രക്തവും വേദനയും ഭയവും ഉണ്ടാകുന്നിടത്ത് വരുമെന്നുള്ള ഉറപ്പിൽ അജ്ഞാത ഇൻഫർമേഷൻ കൊടുത്ത് ഇതെല്ലാം ഉണ്ടാകാനുള്ള മറ്റൊരു പ്രധാന കാരണം ഇൻഗ്രിഡ് തന്നെയായിരുന്നു എന്ന് അവർ തന്നെ ഇവിടെ വെളിവാക്കി നിൽക്കുമ്പോൾ പിന്നെ നമ്മൾ കാണുന്നത് പെന്നിവൈസിൻ്റെ പപ്പയായിട്ടുള്ളൊരു നടനമാണ്. ഇങ്ങനൊരു തീവ്രമായ സാഹചര്യം ഉണ്ടാക്കിയിട്ടുള്ള സന്തോഷത്തിൽ പുണർന്നിട്ട് പറയുന്നത് ഇനി പോവുകയാണ്, ഉറങ്ങാൻ പോവുകയാണ്, വിശ്രമിക്കാൻ. അതായത് പെന്നിവൈസ് ഉദ്ദേശിക്കുന്നത് നീണ്ട 27 വർഷത്തെ ഉറക്കത്തിലേക്ക് പോകാൻ പോവുകയാണെന്നുള്ളത്. തിരിച്ചു വരുമ്പോൾ വീണ്ടും കാണാമെന്ന് പറയുന്നതും ഇൻഗ്രിഡ് തന്നെ ഒറ്റക്കാക്കിയിട്ട് പോരുതെന്ന് സ്നേഹത്തിൻ്റെ അന്ധതയിൽ പറഞ്ഞ് പിടിച്ചു നിർത്തി അവിടെ വെച്ച് അവർ റിയലൈസ് ചെയ്യുകയാണ്, നിങ്ങളെൻ്റെ പപ്പയല്ല, നിങ്ങളിപ്പോൾ എൻ്റെ പപ്പയല്ല എന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്നതും നമ്മളൊരു ഭീകര കാഴ്ച കാണുകയാണ്. പെന്നിവൈസിൻ്റെ മുഖം ഒരു പ്രത്യേക രൂപമായി മാറി അതിലുള്ള പ്രകാശത്തിൻ്റെ ശക്തി വെച്ച് ഇൻഗ്രിഡിനെ വായുവിൽ നിർത്തി അതിലേക്ക് അവരുടെ ഊർജ്ജത്തെയും സ്പിരിറ്റിനെയും ഊറ്റിയെടുക്കുന്ന ഒരു കാഴ്ച. ആ കണ്ടത് ഡെഡ് ലൈറ്റാണ്. പണ്ട് നക്ഷത്രത്തിനുള്ളിലായി ഭൂമിയിലേക്ക് പതിച്ച ആ 3 ജ്വലിക്കുന്ന പ്രകാശങ്ങൾ. ഡെഡ് ലൈറ്റിനെ കുറിച്ച് ഒടുക്കം പറയാം, അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഇപ്പോൾ ഈ കഴിഞ്ഞ കുറച്ച് നേരത്തേക്ക് എന്തൊക്കെയായിരുന്നു സംഭവിച്ചത്? ഒരു ഭീകര എക്സ്പീരിയൻസ്. ഒരു കാര്യം ആലോചിക്കേണ്ടത്, ഈ ഒരു ദുരന്തം മൊത്തവും സിംഗിൾ ഷോട്ടാണ്. അപാരം തന്നെ, എക്സലൻ്റ് എന്ന് തന്നെ പറയാം. എന്തായാലും കാര്യം പറഞ്ഞ വളരെ വൈകിയാണെങ്കിലും ഫയർഫോഴ്സ് എത്തി പ്രദേശം മരിച്ചു പറക്കുന്നതോടെ പെട്ടിക്കുള്ളിൽ നിന്ന് മാർജ് ജീവനോടെ രക്ഷപ്പെട്ട് പുറത്തേക്കിറങ്ങി നടക്കുമ്പോൾ ആ പെട്ടിക്ക് മുന്നിൽ തന്നെ ഇരിപ്പുണ്ട് റിച്ചും. കണ്ടാൽ എപ്പോഴത്തെയും പോലെ ചാമിങ്ങായി ജീവനോടെ ഉള്ള പോലെ. പക്ഷെ ഒരു അനക്കവും ഇല്ല. മാർജിൻ്റെ തൊട്ടടുത്തിരുന്നാണ് അവൻ്റെ അവസാന ശ്വാസവും എടുത്തത് എന്ന് ഓർക്കുമ്പോൾ ഒരു വിങ്ങൽ.
റോണിയും വില്ലും ഓടിയെത്തി ഇതുകൊണ്ട് അവരും താങ്ങാനാകാതെ വിങ്ങിപ്പൊട്ടുന്ന കാഴ്ച നമുക്ക് കാണണ്ട, സങ്കടാവും. മനുഷ്യ മനസ്സിനെ പിടിച്ചു കുലുക്കിയ ബ്ലാക്ക് സ്പോട്ട് കൂട്ടക്കൊല അതിജീവിച്ച പലരുടെയും മാനസിക നില തന്നെ താളം തെറ്റിപ്പോകുന്ന അവസ്ഥ. ഇൻഗ്രിഡിനെ പെന്നിവൈസ് ഡെഡ് ലൈറ്റ്സിലൂടെ കവർന്നെടുക്കുന്നതായി കാണിച്ചെങ്കിലും അവർ മരിച്ചിട്ടില്ല, പ്രദേശത്ത് തന്നെ കിടപ്പുണ്ടായിരുന്നു. എന്നാലും അതും തോറ്റി ഈ പെന്നിവൈസിൻ്റെ വയറ് നിറഞ്ഞിട്ട് പോകാൻ നിന്നുകൊണ്ടാണോ? എന്തായാലും അവരെ ആംബുലൻസിൽ കയറ്റി പിന്നാലെ റിച്ചിൻ്റെ ബോഡിയും ആംബുലൻസിൽ കയറ്റി കൊണ്ടുപോകുന്നതെല്ലാം കണ്ടങ്ങനെ പിള്ളേർ വിങ്ങുമ്പോൾ ഒരു കാര്യം, കേണൽ ഫുള്ളർ അയാൾ ജീവനോട് തന്നെ ഉണ്ട് കേട്ടോ. അന്ന് ആ ടണൽ വെച്ച് ടാനിയലിനെ പിടിക്കാൻ ഓടിയ ശേഷം പുള്ളിക്കാരനെ ഇപ്പോഴാണ് കാണുന്നത്. അപ്പോൾ ടാനിയലും ആ ടണലിൽ നിന്ന് സർവൈവ് ചെയ്തിട്ടുണ്ടായിരിക്കും കേട്ടോ. അവിടേക്ക് വൈകാതെ ഹാൻലണും ഷാർലറ്റും എത്തി വില്ലിനെ കാണുമ്പോഴാണ് അവർക്കൊന്ന് ശ്വാസം നേരെ വീഴുന്നത്. ദേഷ്യപ്പെടുകയോ ഒന്നും ചെയ്യാതെ ചേർത്ത് പിടിച്ച് നിൽക്കെ ഡിക് ഹാലറനാണ് അവരെ രക്ഷിച്ചതെന്ന് മനസ്സിലാക്കി നിൽക്കെ ഫുള്ളറുടെ വിളി കേട്ട് മേജർ ആ ആളുടെ അടുത്തേക്ക് എത്തുവാണ്. എല്ലാം കയ്യിൽ നിന്ന് പോയിരിക്കുന്ന അവസ്ഥയാണ് ഡിക്കിന്. ചുറ്റും ആത്മാക്കൾ, തലേരാത്രി വരെ കൂടുണ്ടായിരുന്ന സുഹൃത്തുക്കൾ വരെ വേട്ടയാടാൻ തുടങ്ങിയിരിക്കുന്നു. എല്ലാവരും തങ്ങളുടെ ജസ്റ്റിസിന് വേണ്ടി വാദോരാതെ ഓരോന്ന് സംസാരിച്ചുകൊണ്ടേയിരിക്കുന്ന അലട്ടലിൽ ഭ്രാന്ത് പിടിച്ചിരിക്കുന്ന ഡിക്കിനടുത്തേക്ക് ഹാൻലണെത്തി സമാധാനിപ്പിക്കുന്നതിലൂടെ അയാളും അറിയുന്നു ഒരാത്മാവിനോടായി നേരിട്ട് സംസാരിക്കേണ്ടി വന്നെന്നും ഇപ്പോൾ ചുറ്റും ആത്മാക്കളുടെ ശല്യമാണെന്നും. ആ സാധനം ഇവിടെ ചുറ്റുപറ്റി തന്നെ കാണുമെന്ന് ഫുള്ളർ പറയുമ്പോഴാണ് ഡിക്കിൻ്റെ ഇപ്പോഴത്തെ ഫീലിങ്ങിനെ കുറിച്ച് മനസ്സ് തുറക്കുന്നത്. ആ സാധനം ഇപ്പോൾ ഇവിടെ എവിടെയുമില്ല. മുന്നേ എല്ലാം ആ സാന്നിധ്യം മനസ്സിൽ എപ്പോഴും ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ആ ഒരു ഫീലിംഗ് ഇല്ല. എന്തോ ആ പ്രകാശം അണഞ്ഞതുപോലെ, ലൈക്ക് ആ നായിൻ്റെ പോൺ റെസ്റ്റ് എടുക്കാൻ പോയതുപോലെ, ഉറങ്ങാൻ പോയ പോലെ തോന്നുന്നെന്ന് പറയുന്ന ഡിക്ക് ഒരു കാര്യം കൂടി പറയുന്നുണ്ട്, അതും ഫുള്ളറുടെ ദേഷ്യം കണ്ടിട്ട്. മുന്നേ ടാനയിലെ തലയിൽ കയറിയത് വഴി ഒരു പില്ലർ എവിടെയാണെന്ന് അറിയാൻ കഴിഞ്ഞായിരുന്നു. ആ കമ്മ്യൂണിറ്റിയുടെ പഴയ വാർ ചീഫിനെ അടക്കിയ സ്ഥലത്താണത്. ആ ധീരയോധാവാണ് സെസ്കി, ഇപ്പോൾ ഡിക്കിൻ്റെ കൂടെ കൂടിയിട്ടുള്ള സ്പിരിറ്റ്. അവരിലൂടെ അത് കണ്ടെത്താൻ കഴിഞ്ഞേക്കുമെന്ന് പറയുമ്പോൾ തൊട്ടു മുന്നേ തന്നെയുണ്ട് സെസ്കി ഡിക്കിൻ്റെ കൺവെട്ടത്ത്. 17 പട്ടാളക്കാർ മരിച്ചു, സിവിലിയൻസ് വേറെ. ഒപ്പം മിഷനും ഒരിടത്തും എത്തിയിട്ടുമില്ല. ഒരു പില്ലർ പോലും കണ്ടുപിടിച്ചിട്ടില്ല. ജനറലിൻ്റെ മുന്നിൽ പോയി നിന്ന് എന്ത് പറയുമെന്ന് അങ്കലാപ്പ് പ്രകടിപ്പിക്കുന്ന ഫുള്ളർക്ക് ഇത് കേൾക്കുന്ന ഒരു ആശ്വാസമാണ്. പക്ഷേ ഇതിനിടയ്ക്ക് ഹാങ്കിൻ്റെ കാര്യം എന്തായി? ഹാൻലണെ ഫുള്ളർ വിളിക്കുന്ന സമയം റോണിയും ഫ്രണ്ട്സും ഷാർലറ്റിനെ കൂട്ടി ആ കാട്ടിനുള്ളിലേക്ക് പോകുന്നത് ഹാങ്കിനെ കാണാനാണ്. അയാൾ ഉൾക്കാട്ടിൽ ഒളിച്ചിരിക്കുകയാണ്. ഹാങ്കിനെ എന്തായാലും സേഫ് ആയിട്ടിരുന്ന് പുറത്തു കടത്തണം. ഷാർലറ്റ് അതിനൊരു വഴി കണ്ടെത്തിയിട്ടുമുണ്ട്. ഹാങ്കിൻ്റെ ഷർട്ട് അഴിച്ചു തരാൻ പറയുമ്പോൾ അത് വെച്ച് ഈ കത്തിയെരിഞ്ഞ അപകടത്തിൽ അയാൾ മരണപ്പെട്ടു എന്ന് വരുത്തി തീർക്കാനാണ്. ഹാൻലണും ഇപ്പോൾ കാര്യങ്ങൾ അറിയാവുന്നതുകൊണ്ട് ഒരു സപ്പോർട്ടുണ്ട്. അത് വില്ലും റോഡിയും മനസ്സിലാക്കിയിട്ടുണ്ട്. എന്തായാലും തൽക്കാലത്തേക്ക് ഹാങ്കിനെ അവരുടെ ഡെറിയിലെ വീട്ടിൽ താമസിപ്പിക്കാമെന്ന് ഹാൻലൺ പറയുമ്പോൾ അത് അപകടമല്ലേ എന്ന് ഷാർലറ്റ് ചോദിക്കുന്നുണ്ട്. കാരണം പെന്നിവൈസിൻ്റെ ആക്രമണം ഇനിയും ഉണ്ടായാലോ? പക്ഷേ ഡിക്ക് പറഞ്ഞ ആ കാര്യങ്ങൾ ഇവരുടെ ഹാൻലൺ പറയുന്നത് കേട്ട് ഷാർലറ്റ് അന്തിച്ചിരിക്കുകയാണ്. ഇത്രയും കൊലയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് ആ സാധനം റെസ്റ്റ് എടുക്കാൻ പോയിരുന്നു. എങ്ങനെയും കണ്ടെത്തി ഇതിനെല്ലാം കണക്ക് ചോദിച്ചേ പറ്റുമെന്ന് ഇമോഷണൽ ആവുന്നതിലും ഹാൻലൺ എന്ത് ചെയ്യാൻ കഴിയും? എന്തായാലും ഈ മിഷൻ തീരുന്നതോടെ എല്ലാത്തിനും ഒരു അന്ത്യമാകുമെന്ന് ആശ്വസിപ്പിച്ച് അങ്ങനെ ആ ദുരന്ത മുഖത്തുനിന്ന് നമ്മൾ വിടവാങ്ങുമ്പോൾ ഡെറിയുടെ അന്നത്തെ പ്രഭാതം. ബോവേഴ്സിൻ്റെ സ്ഥാനമേ സ്റ്റേഷനിൽ നിന്നും ചുരണ്ടി നീക്കം ചെയ്യുമ്പോൾ നടന്ന അപകടം പരവുന്നത് മിലിറ്ററി ഷെഡിലുണ്ടായ ഇലക്ട്രിസിറ്റി ഫോൾട്ട് വഴി നടന്ന സംഭവമെന്നും വെന്ത് മരിച്ചവരുടെ കൂട്ടത്തിൽ സ്റ്റാൻലി കർഷും ക്രിമിനലായ ഹാങ്കും ഉൾപ്പെടുന്നുവെന്ന് കേൾക്കുന്നവരിൽ നമ്മുടെ ലിലിയുമുണ്ട്. ഇതൊക്കെ കേട്ട് ഉള്ള വിഷപ്പോടെ പോയി പാവും. ന്യൂസിൽ പറയുന്ന വേറൊരു കാര്യം, ഷെഡ് കത്തിക്കൊണ്ടിരിക്കെ രക്ഷിക്കാനെത്തിയ വഴിക്ക് സ്റ്റാൻ കർഷ് അപകടത്തിൽപ്പെട്ട് മരിച്ചതാണെന്നും ആത്മാവിന് നിത്യശാന്തി നേടുന്നതെന്നൊക്കെ. എന്താ അല്ലേ? ഡെറി ടൗണിലെ ഒരു കാപട്യപരമായ നേച്ചറാണ് ഈ കാണാൻ സാധിക്കുന്നതൊക്കെ. അങ്ങനെ ആ കോസ്മിക് എൻറ്റിറ്റിയുടെ മറ്റൊരു സൈക്കിളും കഴിഞ്ഞിരിക്കുകയാണ്. പറഞ്ഞ പോലെ ടാനിയിലും കേടുപാടൊന്നും പറ്റാതെ തിരികെ എത്തിയിട്ടുണ്ട്. കമ്മ്യൂണിറ്റിയിലുള്ളവർക്കറിയാം ഈ ബ്ലാക്ക് സ്പോട്ട് ഇൻസിഡൻറ്റിന് പിന്നിൽ ഗ്യാലുവിൻ്റെ കൈകളാണെന്ന്. ഫൈനലി ഇറ്റ്സ് ഓവർ എന്ന് റോസ് പറയുമ്പോൾ ഇവിടെ ഇത്തവണ നഷ്ടമായിരിക്കുന്നത് 23 പേരെയാണ്. എണ്ണം ഇനിയും കൂടും. പിന്നെയോ അതുകൂടാതെ 17 കുഞ്ഞുങ്ങളെ മാത്രം വേറെ നഷ്ടമായി. ഇതൊന്നും തടുക്കാൻ കഴിയായിരുന്ന നല്ല വിഷമം ഇവർക്കെല്ലാം ഉണ്ട്. എന്നാൽ നമ്മൾക്ക് ചെയ്യാൻ കഴിയുന്നതെല്ലാം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ജീവൻ തിരിച്ചിട്ടിയവരെ ഓർത്ത് ആശ്വസിക്കുക. അന്ന് നമ്മൾ ഗാലുവിനെ അതിൻ്റെ അഴിഞ്ഞാട്ടത്തിന് വിടാതെ തളച്ചതുകൊണ്ട് മാത്രമാണ് വലിയ ദുരന്തങ്ങൾ ഉണ്ടാവാതിരിക്കുന്നത്. അതോർത്ത് സമാധാനിക്കുക എന്ന് റോസ് അവരുടെ വശം പ്രകടിപ്പിക്കുന്നതിലും യോജിപ്പില്ല പലർക്കും. ഹാങ്കിനെ പുറത്തെത്തിക്കാൻ സഹായത്തിനായി ഷാർലറ്റ് ഒരാളെ വിളിക്കുവാണ്. എന്തേലും ആവശ്യം വന്നാൽ വിളിക്കണമെന്ന് ഒരിക്കൽ പറഞ്ഞുപോയ ഡെറിയിലെ പുതിയ സുഹൃത്ത് റോസ്. വിളിച്ചിട്ട് കിട്ടാത്തതുകൊണ്ട് ഡയറക്റ്റ് വീട്ടിൽ തന്നെ പോകാമെന്ന് ഇറങ്ങുമ്പോൾ ഹാങ്കിനെ ഹാൻലയുടെ യൂണിഫോമൊക്കെ ധരിപ്പിച്ച് പെട്ടെന്ന് ആർക്കും സംശയം തോന്നാത്ത രീതിയിലാണ് പുറത്തേക്ക് ഇറക്കുന്നത്. വില്ലിന് റോണിയും മാർജിനെയും കൂട്ടി ലില്ലിക്കടുത്തേക്കൊന്ന് പോകണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ ഷാർലറ്റ് അത് വേണ്ടെന്ന് തീർത്ത് പറയുന്നു. ആ മോൺസ്റ്ററേക്കാളും ഡെറിയിലെ ജനങ്ങളാണ് യഥാർത്ഥ പ്രശ്നമെന്നും അവരുടെ പൈശാചികതയാണ് ഇന്നലെ നടന്നതെന്നും വില്ലിനെ വിലക്കുമ്പോൾ എന്തായാലും റോണിയും മാർജും ലില്ലിയെ കാണാൻ എത്തുന്നുണ്ട്. അവളാകെ മൂടാവടിച്ച് ഡിപ്രസ്ഡായി മുറിക്കുള്ളിൽ ചടഞ്ഞു ഓടിയിരിക്കുകയാണ്. എന്തായാലും ഹാങ്ക് മരിച്ചിട്ടില്ലെന്ന് റോണിയുടെ വാ കൊണ്ട് തന്നെ അറിയുന്നത് അവൾക്ക് കുറച്ച് ആശ്വാസം ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ റിച്ചിൻ്റെ മരണം വീണ്ടും തളർത്തുന്ന ഒന്നും. അങ്ങനെ മൂവരും താവളമായ വാട്ടർ ടവർ സൈഡിലേക്ക് പോകുമ്പോൾ റിച്ചിൻ്റെ ഓർമ്മകൾ വീണ്ടും ഒന്ന് സങ്കടപ്പെടുന്ന സിറ്റുവേഷൻ. ഇന്നേരം ഡെറിയുടെ മറ്റൊരു പ്രദേശത്തായി കേണൽ ഫുള്ളറും സംഘവും തകർത്ത് കുഴിക്കുവാണ്.
സെസ്കിയിലൂടെ ഡിക്ക് ആ ഒരു പില്ലറുടെ സ്ഥാനം കണ്ടെത്തിയിട്ടുണ്ട്. വൈകാതെ ഫ്രാൻസിസ് എത്തി സ്ഥിതിഗതി വിലയിരുത്തി ഡിക്കിനെ ചെന്ന് കാണുമ്പോഴോ അയാൾ മനസ്സിൻ്റെ താളം തെറ്റിയിരിക്കുകയാണ്. കഴിഞ്ഞ രാത്രിയിലെ ദുരന്തമുഖത്തുള്ള അതേ അവസ്ഥയിൽ തന്നെ ഇപ്പോഴും. സെസ്കിയുടെ സ്പിരിറ്റ് മുന്നിൽ അങ്ങനെ അവിടെ മായ നിൽക്കുമ്പോൾ ഇവരുടെ പിൻഗാമിയായ റോസിനടുത്തേക്ക് നേരിട്ടെത്തി ഷാർലറ്റ് സഹായം ചോദിക്കുന്നതിലൂടെ ഇവിടെ വെളിവാകുന്ന മറ്റൊരു കാര്യം, ഈ റോസും ഹാങ്കും നേരത്തെ മുതൽക്കേ പരിചയക്കാരും കൂടിയാണ്. എന്തായാലും മരിച്ചെന്ന് വിധി ചെയ്തുകൊണ്ട് ഇത്തിരി സാവകാശമുണ്ട്. ബോർഡർ കടത്തിയാൽ ഷാർലറ്റിൻ്റെ പിടിപാട് വെച്ച് സുഹൃത്തുക്കളെ കൊണ്ട് കുറേ പേപ്പേഴ്സും മറ്റും ഫ്രഷായി സംഘടിപ്പിച്ച് ഹാങ്ങിനെ സേഫാക്കാം. എങ്ങനെയും ബോർഡർ കടത്താൻ സഹായിക്കണമെന്ന് പറഞ്ഞിരിക്കുകയാണ് അവിടേക്ക് ടാനിയിൽ ഓടിപ്പിടിച്ചെത്തുന്നത്. അവൻ്റെ കണ്ണു കണ്ടാലറിയാം അത് ഭയാനകമായൊരു കാര്യം പറയാനാണ്. എന്താണത്? മിലിറ്ററിക്കാർ ആ കുഴി തോണ്ടി ഒടുവിൽ അവർ കണ്ടെത്തിയിരിക്കുകയാണ്. ആമയുടെ തോടുകൾക്കുള്ളിൽ ഒരുതരം പശ വെച്ചൊട്ടിച്ച് മൂടി വെച്ചിരുന്ന നക്ഷത്രച്ചികൾ. ആ കോസ്മിക് എൻറ്റിറ്റിയെ ഒരു പരിധിവരെയെങ്കിലും അടക്കി നിർത്തിയിരുന്ന തടങ്കലിൻ്റെ ഒരു അഴി. അതേക്കുറിച്ച് പഠിക്കാനെന്ന് പറഞ്ഞ് അവർ വണ്ടിയിൽ കയറ്റുമ്പോഴാണ് അവിടെ ഒരു ചേഞ്ച് ഇൻ പ്ലാൻ. ഈ ഷാർഡ് ഡെറിയിൽ തന്നെയുള്ള ഏതെങ്കിലും സംവിധാനത്തിലേക്ക് കൊണ്ടുപോയി അവിടെ വെച്ച് പരിശോധന നടത്താമെന്നായിരുന്നു ആദ്യമേ പറഞ്ഞിരുന്നത്, ഹാൻഡലറിനോട് ഉൾപ്പെടെ. എന്നാൽ ഇപ്പോൾ ഫുള്ളർ പറയുന്നതോ ഇത് എയർബേസിലേക്കാണ് മാറ്റുന്നതെന്നും. അങ്ങനെ മാറ്റുമ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ 13 പില്ലറുകളിലൊന്നായി ഇത് ഡെറിയിൽ നിന്നും മാറിയുള്ള ബേസിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഇവിടെ ആ എൻറ്റിറ്റിയുടെ ഒരു ബന്ധനം ഫ്രീ ആവുകയാണ്. ഡെറിയിൽ തന്നെ ഉണ്ടെങ്കിൽ സേഫായി മറ്റപകട സാധ്യത ഒന്നുമില്ലാണ്ട് പരിശോധിച്ചൂടെ? എന്നാൽ ഹാൻഡലറുടെ ചോദ്യത്തിന് ഫുള്ളർ ഡിക്കിൻ്റെ വാക്കുകൾ തൂങ്ങി ആ എൻറ്റിറ്റി നിദ്രയിലേക്ക് പോയതുകൊണ്ട് പേടിക്കാനൊന്നും ഇല്ലെന്നും, ബേസിലേക്ക് കൊണ്ടുപോയാൽ അവിടെ വെച്ച് വിദഗ്ധമായി ഈ വസ്തുവിൻ്റെ ഗുണവിശേഷങ്ങളും സ്വഭാവവും ഘടകങ്ങളുമൊക്കെ പഠിച്ച് അത് വെച്ച് ബാക്കിയുള്ള പില്ലേഴ്സ് കൂടെ കണ്ടെത്താൻ ശ്രമിക്കാമെന്ന് പറഞ്ഞങ്ങനെ എന്തായാലും ഹാൻഡലറിന് കൊണ്ടുപോകുന്നത് നോക്കി നിൽക്കുകയേ വഴിയുള്ളൂ. പതിയിരുന്ന് എല്ലാം വീക്ഷിച്ചുകൊണ്ടിരുന്ന ടാനിയൽ ഈ ഒരു സംഭവം കണ്ടിട്ടുള്ള ഞെട്ടലിലാണ് ഓടിയണച്ച് റോസിനടുത്തേക്ക് എത്തുന്നത്. ഈ വിവരം കമ്മ്യൂണിറ്റിയിൽ മൊത്തം പരിഭ്രാന്തി സൃഷ്ടിക്കുമ്പോൾ മറ്റൊരു ചെതി നമ്മൾ കാണുന്നത് എയർബേസിലും. ആ നക്ഷത്ര ചീളുകളെക്കുറിച്ച് വിശദമായി പഠിക്കാനെന്ന് കൊണ്ട് ഇവിടേക്ക് എത്തിച്ചത് എന്തിനെന്നോ, അത് നീറ്റിച്ചൂളയിലിട്ട് കത്തിച്ചുരുക്കി ചാമ്പലാക്കാൻ വേണ്ടിയിട്ട്. അതായത് ഓരോ അഴികളും നശിപ്പിച്ച് ആ എൻറ്റിറ്റിയെ സ്വതന്ത്രനാക്കുക എന്നതാണ് ഇവരുടെ പദ്ധതി. ഹാൻലൺ ഇത് മനസ്സിലാക്കി തോക്കെടുത്ത ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കി അത് നിർത്തിക്കുന്നതിലും ഫ്രാൻസിസ് ഷാ വിളിപ്പിച്ച് മുന്നിൽ നിർത്തുമ്പോൾ തിരിച്ചറിയുവാണ് ഇത് ശീതയുദ്ധം അവസാനിപ്പിക്കാനോ റഷ്യക്കെതിരെ വിജയിക്കാനോ ഒന്നുമായിരുന്നില്ല. സ്വന്തം രാജ്യത്ത് പേടിയും ഭീതിയും ഉണ്ടാക്കാൻ വേണ്ടി തന്നെയായിരുന്നു. രാജ്യം മൊത്തം കലാപവും വർഗത്തിൻ്റെ പേരുള്ള ലഹളയുമൊക്കെയായി ഭിന്നിച്ച് നശിച്ചുകൊണ്ടിരിക്കുന്നതിന് തടയിടാൻ ജനറലും സംഘവും കണ്ടെത്തിയ ബുദ്ധി. ഭയത്താൽ ജനങ്ങളെ അടക്കുക. കഴിഞ്ഞ രാത്രി നടന്ന നടക്കുന്ന സംഭവത്താൽ ഇന്ന് പക്ഷേ നാട് ശാന്തമാണ്. ആ ഭീകരതയുടെ പേടി മൂലം ജനങ്ങൾ ശാന്തരാണ്. അതുപോലെ ജനങ്ങളിൽ ഒരു ഭയമുണ്ടെങ്കിൽ മാത്രമേ അക്രമങ്ങൾ നടക്കുന്നത് നിർത്തിക്കാൻ കഴിയൂ. ഈ എൻറ്റിറ്റിയെ സ്വതന്ത്രമാക്കിയാൽ ജനങ്ങളിൽ ഒരു പേടി വരും. ആ ഭീതിയിൽ ഇവർ തെരുവീതികൾ കലഹം സൃഷ്ടിക്കുന്നതിന് അറുതി വരുമെന്ന് പറയുന്നത് നമ്മളെപ്പോലെ തന്നെ ഹാൻലണും വെറും ഭ്രാന്തായിട്ടാണ് കാണുന്നത്. രാജ്യത്തെ ഒട്ടാകെ ഡെറി പോലെ നശിച്ചതാക്കാൻ ശ്രമിച്ചാൽ എത്ര കുഞ്ഞുങ്ങൾ കൊല്ലപ്പെടുമെന്നുള്ള ചോദ്യത്തിന് ഷായുടെ മറുപടി എന്തായാലും കാർ ആക്സിഡന്റിൽ മരിക്കുന്ന അത്രയും വരില്ലെന്നും, യാദൃശ്ചികമായി കുറച്ചൊക്കെ അപകടങ്ങൾ ഉണ്ടാകുമെന്നും രാജ്യത്തിൻ്റെ നല്ലതിന് അത് ഉൾക്കൊള്ളണമെന്നും പറയുന്ന കേട്ട് ഹാൻലൺ ദേഷിച്ച് ഡിഫൻസ് ഡിപ്പാർട്ട്മെൻറ്റ് അറിയിക്കുമെന്ന് നിൽക്കുന്നതിലും അവിടെ ആ നക്ഷത്രച്ചികൾ ഉരുക്കി നശിപ്പിക്കാൻ ഉത്തരവിടുന്നു ഷോയും. ആൾക്കെതിരെ തോക്കിച്ചുകൊണ്ടിരുന്ന് നിർത്തിക്കാൻ പറയുന്നതിലും ഫുള്ളറെത്തി ഹാൻലണിനെ വരട്ടി അങ്ങനെ ഒടുവിൽ ആ ഷാർഡ് ചൂളയിൽ വീണരി നശിക്കുകയാണ്. മേജർ അവിടുന്ന് രൂക്ഷമായി ഇറങ്ങി പോകുമ്പോൾ ഷാ ഫുള്ളറെ ഏൽപ്പിക്കുന്നതാകട്ടെ അവനിനി ഈ ബേസ് വിട്ട് പുറത്തു പോകരുതെന്ന്. എന്നാൽ ദ റിയൽ ദുരന്തം ഇവിടെ ആരംഭിക്കുകയാണ്. ആ ഷാർഡ് നശിച്ചതോടെ വിശ്രമത്തിലേക്ക് ആണ്ടുപോയ പെന്നി വൈസ് ശരീരമെല്ലാം വിച്ഛേദിക്കപ്പെട്ട് പല ഇരകളുടെയും ശരീരഭാഗങ്ങളായി ചിതറിക്കിടക്കുന്ന ആ രൂപത്തിന് പെട്ടെന്നുണ്ടാവുകയാണ് ഒരു ബന്ധനം നശിച്ചതിൻ്റെ ആ ഫീലിംഗ്, ആ ഒരു സെൻസ്. ഇനി ഓരോ ചിളുകൾ നശിക്കുമ്പോഴും ഡെറിയിലുള്ള പെന്നിവൈസിൻ്റെ ഇൻഫ്ലുവൻസ് കൂടുകയുള്ളൂ. ജസ്റ്റ് ഒരു പില്ലർ മാത്രം നശിച്ചത് തന്നെ എത്ര കൊടൂരമായ ഒരു സിറ്റുവേഷനാണെന്ന് നമ്മൾ കാണുന്നത് വില്ലിൻ്റെ വീട്ടിൽ വെച്ചാണ്. ഒറ്റയ്ക്കായി പോയി അവന് വരുന്നൊരു ഫോൺ കോൾ. അത് റോണിയാണ്. വല്ലാത്ത വിഷമത്തിൽ അവൾ പറയുന്നത് ടവറിൽ പോയി നിന്ന് റിച്ചിൻ്റെ ഓർമ്മകൾ വീണ്ടും മനസ്സിൽ വന്ന് സഹിക്കാൻ പറ്റണില്ലെന്നാണ്. വില്ല് സമാധാനിപ്പിക്കാൻ ശ്രമിക്കവേ അവളുടെ ടോൺ മാറി പറയുന്നതോ റിച്ചിൻ്റെ ആ ശവശരീരം അവൻ എത്ര അനുഭവിച്ചിട്ടുണ്ടാകും, അതോർത്തിട്ട് വായിൽ വെള്ളമൊലിക്കുന്നു എന്ന് പറഞ്ഞ് സംസാരം രൂക്ഷമാകുന്നതോടെ വില്ലിന് മനസ്സിലായി അത് റോണി അല്ല, ആ മോൺസ്റ്ററാണ്. തന്നെ പീഡിപ്പിക്കാൻ ഒരിക്കലും നോക്കണ്ടെന്ന് ഷൗട്ട് ചെയ്ത് തിരിയുന്നത് മുന്നേ ഇൻഗ്രീഡിനെ ചെയ്ത പോലെ തലപിളർന്ന് അതിലുള്ള ഡെഡ് ലൈറ്റിന് പ്രകാശം പുറപ്പെടുവിക്കുന്നതും ബില്ലിൻ്റെ കണ്ണുകൾ മങ്ങി അവനൊരു വല്ലാത്ത അവസ്ഥയിലാവുന്നു. എന്താണ് ഈ ഡെഡ് ലൈറ്റ്? പറയാം. പെന്നിവൈസ് വേട്ടയാടുന്നത് എല്ലാവരെയും കൊന്നു തിന്നാൻ മാത്രമല്ല, കൊന്നുകഴിഞ്ഞവരുടെ ആത്മാക്കളെല്ലാം ഈ എൻറ്റിറ്റിയുടെ കുരുക്കിൽ എന്നേക്കുമായി അകപ്പെടുകയാണ് ഉണ്ടാവുന്നത്. പെന്നിവൈസിൻ്റെ വായ്ക്കുള്ളിലായി കാണുന്ന 3 ഓറഞ്ച് കളറുള്ള ലൈറ്റ്സ്, അതാണ് യഥാർത്ഥത്തിൽ എല്ലാറ്റിനും കാരണമായ കോസ്മിക് എൻറ്റിറ്റി എന്നുള്ളത്. ഇതാണ് ഡെഡ് ലൈറ്റ്സ്. ആ പ്രകാശം സാധാരണ ഒന്നല്ല, അതൊരു ഈവിൾ ഫോഴ്സാണ്. ഓരോരുത്തരുടെയും കോൺഷ്യസ്നസ് ഇതിലേക്ക് ട്രാപ്ഡ് ആയാൽ പിന്നെ അവരുടെ ശരീരം എന്നേക്കുമായി ഒഴുകി അങ്ങനെ നടക്കും. നമ്മൾ മുമ്പൊരിക്കൽ ഡിക്കിൻ്റെ വിഷനിൽ കണ്ട പോലെ. ഇറ്റിൻ്റെ ആദ്യ ചിത്രത്തിൽ ബെവർലി ഈ ഓറഞ്ച് ലൈറ്റ്സിന് മുന്നിൽ പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ അവൾ അതിൽ നിന്ന് കുറേ അലർച്ചയും കരച്ചിലും കേൾക്കുന്നുണ്ട്.
അതെല്ലാം ഇതുപോലെ ട്രാപ്ഡായ സോൾസിൻ്റെ സ്ക്രീമാണ്, ഡെഡ് ലൈറ്റ്സിൽ ട്രാപ്ഡായ ആത്മാക്കളുടെ. ഇപ്പോൾ വില്ലിന് സംഭവിച്ചിരിക്കുന്നത് എന്താണെന്ന് മനസ്സിലായി കാണുമല്ലോ. ഇൻഗ്രിഡിൻ്റെ സോളിനെയും ഇതുപോലെ ഡെഡ് ലൈറ്റ്സിൻ്റെ പ്രകാശത്താൽ പെന്നിവൈസ് ട്രാപ്ഡാക്കിയതാണ് നമ്മൾ കണ്ടത്. ഈ ട്രാപ്പിൽ പെടുന്ന ഭൂരിഭാഗം പേരും മരണപ്പെടുകയാണ് ഉണ്ടാകുന്നത്. കാരണം മനുഷ്യൻ്റെ തലച്ചോറിനെ ഉൾക്കൊള്ളാനാകാത്ത വിധം ശക്തമാണ് ആ ഓറഞ്ച് ലൈറ്റ്സ്. പക്ഷേ ഇൻഗ്രിഡിനെ വീണ്ടും ജീവനോടെ കാട്ടുമ്പോൾ അതിൻ്റെ പിന്നിൽ എന്തു നടന്നു എന്നത് ദുരൂഹതയാണ്. അതേക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നലുണ്ടെങ്കിൽ പറയാൻ മറക്കണ്ട. സിനിമയിൽ ഈ പറഞ്ഞ ബെവർലി ഈ ഡെഡ് ലൈറ്റ് സർവൈവ് ചെയ്യുന്നതായി കാണാം. ഒപ്പം മറ്റൊരു പ്രത്യേകത, ഈ ഒരു മൊമെൻറ്റിൽ അവർക്ക് ഭാവിയിൽ നടക്കാൻ പോകുന്ന ചില കാഴ്ചകൾ കാണാൻ സാധിക്കും. വില്ലിന് അങ്ങനെ വല്ലതും കാണാൻ കഴിയുമോ എന്ന് നമുക്ക് നോക്കാം. ഇനി 27 വർഷം കഴിഞ്ഞു വരുന്ന സൈക്കിളിൻ്റെ ഭീകരത കാണാനൊക്കെ കഴിയുമെങ്കിൽ അതിലും അത്ഭുതപ്പെടാനൊന്നുമില്ല. എന്തായാലും പെന്നിവൈസിൻ്റെ ഒറിജിൻ സ്റ്റോറി കുറച്ചുകൂടി നമുക്ക് ഈ എപ്പിസോഡിലൂടെ കാണാൻ സാധിച്ചപ്പോൾ റോബർട്ട് ബോബ് ഗ്രേ എന്ന ആളുടെ ഫുൾ നെയിമിൻ്റെ ഇൻഷ്യലായിരുന്നു RG എന്നു കർച്ചീഫിൽ കണ്ടത്. എന്തുകൊണ്ടങ്ങനെ ഒരു ചെക്കനെ തന്നെ ബോബ് ഗ്രേ കൊടുക്കാനായിട്ട് മുന്നിലേക്ക് വിട്ടു എന്ന് ചോദിച്ചാൽ പറയാൻ കഴിയുന്നത് ആ പയ്യൻ പ്രത്യക്ഷത്തിൽ ബോബിൻ്റെ കുട്ടിക്കാലത്തുള്ള അതേ ഒരു അവസ്ഥയിലായിരുന്നു. അയാളുടെ മാതാപിതാക്കൾ നഷ്ടപ്പെട്ട ആ പ്രായത്തിൽ തന്നെയുള്ളൊരു ചെക്കനെ മുന്നിൽ കൊണ്ട് നിർത്തിയത് ഇമോഷണലി സെറ്റാക്കി എടുക്കാൻ കൂട്ടിയിട്ടായിരുന്നു. ആളിക്കത്തുന്ന ബ്ലാക്ക് സ്പോട്ടിന് മുന്നിൽ നിന്നായി പെന്നിവൈസ് ഇൻഗ്രിഡിനോടായി പറയുന്നില്ലേ, ഇനി വിശ്രമിക്കാൻ പോവാണ്, വീണ്ടും കാണാമെന്ന്. ഈ സമയം ഇൻഗ്രിഡിൻ്റെ ആദിയിൽ നിന്ന് മനസ്സിലാക്കാം, അവൾക്കറിയാം ഇനി ഇപ്പോഴൊന്നും പെന്നിവൈസ് വരാൻ പോണില്ലെന്നും വർഷങ്ങളോളം കാത്തിരിക്കണമെന്നും. അതെങ്ങനെ ഇൻഗ്രിഡ് മനസ്സിലായി എന്നൊരു സംശയമാണെങ്കിലും ഒരു കാര്യം, ഈ ഒരു കാലയളവില്ലേ അതിനുള്ളിൽ നടന്നിരിക്കുന്ന മറ്റൊരു കൂട്ടക്കുരുതിയുണ്ട്. 27 വർഷങ്ങൾക്ക് മുന്നേ നടന്ന ബ്രാഡ്ലി ഗാങ് മസാക്കർ. അന്നെന്തായാലും ഇൻഗ്രിഡ് ജീവിച്ചിട്ടുള്ള സമയം തന്നെ. അതും ഇതുപോലെ പപ്പയെ കണ്ട് തിരികെ എത്തിക്കണമെന്ന ആഗ്രഹത്തോടെയുള്ള സമയമാണ്. ആ മസാക്കറിലപ്പോൾ ഇൻഗ്രിഡിന് എന്തെങ്കിലും പങ്കുണ്ടോ എന്ന് ശക്തമായി സംശയിക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെ ഉണ്ടെങ്കിൽ അതുവഴി തീർച്ചയായും ഇൻഗ്രിഡിന് മനസ്സിലായി കാണും പെന്നിവൈസിൻ്റെ സൈക്കിൾ 27 വർഷം എന്നുള്ളത്. മാത്രമല്ല വേറൊരു കാര്യം നോക്കിയാൽ സ്റ്റാൻ കർഷ് ബ്ലാക്ക് സ്പോട്ടിൽ വെച്ച് ഇവരുടെ മുന്നിൽ വെച്ച് കൊല്ലപ്പെട്ടു. മുന്നേ ലിലി ആൽബത്തിലൂടെ കണ്ണോടിക്കുന്ന സമയം ഇൻഗ്രിഡിന് വേറൊരു ഹസ്ബൻഡ് ഉണ്ടായിരുന്നതായി പറഞ്ഞില്ലായിരുന്നോ? അപ്പോൾ അയാൾ കർഷിന് പറ്റിയ പോലെ ആ ബ്രാഡ്ലി ഗാങ് മസാക്കർ സമയത്ത് വെച്ച് ദൗർഭാഗ്യകരമായി കൊല്ലപ്പെട്ടതാകാനും ചെറിയ സാധ്യതയുണ്ട്. മുന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ഊഹിച്ച പോലെ ഡിക്ക് മെൻഷൻ ചെയ്ത ആ ലീക്കിംഗ് ഫ്രിഡ്ജ് ഇത്തവണ രക്ഷപ്പെടാനുള്ള ഒരു വഴിയായപ്പോൾ അതിനു മുന്നേ ഒരു കാര്യം പറഞ്ഞിരുന്നില്ലേ, ഭർത്താവ് സ്റ്റാൻ കർഷ് ഒരു മാംസ കച്ചവടക്കാരൻ കൂടിയായതുകൊണ്ട് കശാപ്പ് നടത്തുന്ന നല്ല മൂർച്ചയുള്ള കത്തിയൊക്കെ അയാളുടെ കാണും. കയ്യിലിരുന്ന് അരച്ചു വെട്ടുന്ന കത്തി കൊണ്ട് തന്നെ പുളി നൈസായി അങ്ങ് വെട്ടിയെടുത്തു. ഈ എപ്പിസോഡിലെ ഏറ്റവും വലിയ കോമഡി ഇൻഗ്രിഡാണ്. മുന്നിൽ നിന്ന് സ്വന്തം ഭർത്താവിൻ്റെ തലവെട്ടി ബ്രെയിൻ ജ്യൂസ് കുടിച്ചിട്ട് പോലും അവർക്കിത് തൻ്റെ അച്ഛനല്ലെന്ന് മനസ്സിലായില്ല. ഒടുക്കം പോവല്ലേ പപ്പ എന്ന് പിടിച്ചു നിർത്തി സഹിയിട്ട് പെന്നിവൈസ് ഞാൻ നിൻ്റെ പപ്പയെ തിന്നെന്ന് പറയുമ്പോഴൊക്കെയാണ് ഇത് ബോബ് ഗ്രേ അല്ലെന്ന് തിരിച്ചറിവ് ഉണ്ടാവുന്നത്. പിന്നെ അവരുടെ മെൻറ്റാലിറ്റിയും അങ്ങനെയൊക്കെ ആയിപ്പോയതുകൊണ്ട് സാരമില്ല, പോട്ടെ. ഒടുക്കിയ എപ്പിസോഡ് കണ്ടു കഴിയുമ്പോൾ പറയാനുള്ളത്, എന്തായിരുന്നത്, ഇത്ര മാരകമായൊരു എക്സ്പീരിയൻസ് ഈ അടുത്തെങ്ങും കിട്ടിയിട്ടില്ല. ഒരു സീസൺ തന്നെ പടച്ചു വയ്ക്കാനുള്ള എലമെൻറ്റ്സാണ് ഈ ഒരു ഒറ്റ എപ്പിസോഡിൽ മാത്രമേ ഉള്ളത്. വെൽക്കം ടു ഡെറിയുടെ ലാസ്റ്റ് എപ്പിസോഡിൻ്റെ ട്രെയിലർ ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ആയിട്ട് ഇട്ടിട്ടുണ്ട്, ഒന്ന് പോയി നോക്കിയോ. എന്തായാലും ഈ ഒരു എപ്പിസോഡിനെ കടത്തി വെട്ടുമോ സീസൺ ഫിനാലെ എന്ന് നമുക്ക് കണ്ടനുഭവിച്ച് തന്നെ അറിയണം. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കാൻ മറക്കണ്ട. പുതിയൊരു അടിപൊളി എപ്പിസോഡുമായി കാത്തിരുന്ന് കാണാം.